ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നൊരു സാറ്റർഡേ ആണ്. സോ രാവിലെ കുറച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയതേ ഉള്ളൂ. സോ പ്ലാനിങ് ടു ഗോ ഔട്ട് ഓൾ ലോൺ. ആക്ച്വലി ഫ്രണ്ട്സ് എല്ലാവരും എന്തോ തിരക്കാണെന്ന് തോന്നുന്നു. നോ വൺ ഈസ് ആൻസറിങ് മൈ മെസ്സേജ്. സോ ഞാൻ വിചാരിച്ചു വെറുതെ ഇവിടെ റൂമിൽ ഇരിക്കണ്ട, പുറത്തെവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം എന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? ഞാൻ ആക്ച്വലി വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, കണ്ണെഴുതി, പിന്നെ ലിപ്സ്റ്റിക്കും. മുടി ഉണങ്ങിയിട്ടില്ല, മുടി ഉണങ്ങാനുണ്ട്. ഐ തിങ്ക് ഓൺ ദ വേ ഞാൻ ഊബർ ഓട്ടോ പിടിച്ച് പോകുമ്പോൾ ഓൺ ദ വേ കാറ്റും കൊണ്ട് ഉണങ്ങിക്കോളും എന്ന്. അല്ല, ഞാനിപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ നല്ല ലേറ്റാകും. എനിക്ക് വന്നിട്ട് കുറച്ച് കുക്കിങ്ങും ചെയ്യാനുള്ളതാണ്. സോ എന്താ പറയുക, ഞാനെന്നാ പോയിട്ട് വരാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് റിപ്ലൈ ചെയ്തിട്ടില്ല എന്ന്. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയം തന്നെ എൻ്റെ 2 ഗ്യാങ്ങിൻ്റെ മെസ്സേജ് വന്ന് വരുന്നു, ചായ കുടിക്കാൻ പോകാമെന്ന് അങ്ങനെ പറഞ്ഞ് കുറച്ച് വേറെ പരിപാടികളൊക്കെ ആയിട്ട് മെസ്സേജ് വന്ന്. ആ സമയത്ത് ഞാൻ ഇറങ്ങുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായാലും എനിക്ക് പോയേ പറ്റുമായിരുന്നുള്ളൂ മോളിൽ. ഞാൻ പിന്നെ പോയി. പിന്നെ അവരോട് പറഞ്ഞാൽ ഇപ്പം വേറെ പരിപാടിയിലാണ്, സോ പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞ് വിട്ട്. പക്ഷേ എനിക്ക് കാണണമെന്നുണ്ട് അവരെ. ഇപ്പോൾ ബാംഗ്ലൂർ നല്ല കാറ്റാണ്, മഴയില്ല പക്ഷേ തണുത്ത കാറ്റാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ തൊണ്ട എന്തോ സീനായിട്ടിരിക്കുക. അതാണ് വേറെ ഒരു റീസൺ ഞാൻ അവരെ കാണാൻ പോകാത്തതിൻ്റെ. എനിക്കെന്തോ ഭയങ്കര ഇറിറ്റേഷൻ. ഈവൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും എനിക്ക് പറ്റുന്നില്ല സംസാരിക്കാൻ, കിച്ച് പോലെയാണ്. സോ ഇനി എന്താ, ഇനി ഡ്രസ്സൊക്കെ മാറി ചിലപ്പോൾ ഫ്രണ്ട്സ് വീണ്ടും വിളിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ മൂടുണ്ടെങ്കിൽ ഞാൻ പോവായിരിക്കും. എനിക്കറിയത്തില്ല, ആ സമയത്ത് തോന്നുന്ന പോലെ ആയിരിക്കും ഞാൻ ചെയ്യുക. ഇനിയിപ്പോൾ എന്താ, ഡ്രസ്സ് മാറി കുക്കിംഗ് തുടങ്ങാം. എവിടെ തുടങ്ങണമെന്ന് പോലും അറിയില്ല. എന്തായാലും ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വിളിക്കാം. ബൈ. ഹലോ. സോ ഞാൻ ദേ ഡ്രസ്സെല്ലാം മാറി വന്നു. എനിക്ക് ഹൈ പോണി കെട്ടാൻ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മുടി കുറച്ചുകൂടി നീളമുള്ളതായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ടായിരുന്നു. ഇപ്പം അത്യാവശ്യം എനിക്ക് നല്ല ലെങ്ത്തുള്ള മുടിയുണ്ട്, ഇത്രയേ ഉള്ളത്. പക്ഷെ ഹൈ പോണി കെട്ടുമ്പോൾ എനിക്കിപ്പം ഇത്രയേ ഉള്ളൂ. രസമില്ലേ? സോ ഞാൻ എന്തൊക്കെ മേടിച്ചേക്കണേന്ന് കാണിക്കട്ടെ. ഞാൻ ആക്ച്വലി എന്താ പറയുക, മറ്റേ ക്രീമി സാലഡില്ലേ അതുണ്ടാക്കാൻ പോവാം. സോ ബ്രോക്കോളി ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ഒരു ക്യാരറ്റ് മേടിച്ചു, പിന്നെ സ്വീറ്റ് കോൺ. എനിക്ക് ചിക്കൻ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഐ ബോട്ട് പനീർ, പിന്നെ സം മഷ്റൂം. സോ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എനിക്ക് ആദ്യം ഫസ്റ്റ് ഇതൊന്നെല്ലാം എന്താ പറയുക ക്ലീൻ ചെയ്തെടുക്കണം. സോ ഫസ്റ്റ് മഷ്റൂമിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെയല്ലേ ചെയ്യേണ്ടത് മഷ്റൂംസ്? എനിക്ക് ബ്രോക്കോളി എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒന്ന് നോക്കണം എന്തായിരിക്കും എന്ന്. സോ ഞാനിപ്പോൾ
വെജീസ് എല്ലാം എന്താ പറയുക കഴുകി കഴിഞ്ഞു, ചെത്തി കഴുകി കഴിഞ്ഞു. ഇനി പാൻ ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ച് ബട്ടർ ഇടുന്നുണ്ട് കുറച്ച്, ഒരു കട്ട. എക്സ്ക്യൂസ് ദ മെസ്. എൻ്റെ റൂം നോക്ക്, റെഡി അല്ലേ? ആക്ച്വലി നല്ല വിൻഡോ ഒക്കെ ഉണ്ട്, പക്ഷെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ടണൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുക. ആരും കാണണ്ട എന്നെ. കുറച്ച് പ്രൈവസി കിട്ടട്ടെ. ആരാണോ കഥക് തുറന്നിട്ടത്? ഓക്കെ, ഞാൻ ഉണ്ടാക്കിയ ഫസ്റ്റ് സാലഡ്, ക്രീമി സാലഡാണ് ഞാൻ ഉണ്ടാക്കിയത്. ഓ ലൈറ്റിലല്ലേ അതിന്. ഗുഡ് മോർണിംഗ്. സൺഡേ ആണ്. ഐ എം ഗോയിങ് ടു ഗോ ടു ചർച്ച്. സോ മുമ്പ് ഞാൻ സംസാരിക്കാതിരുന്നത് എൻ്റെ ഫ്രണ്ട്, എൻ്റെ റൂംമേറ്റ് ആൾ ഉറങ്ങാണ്. സോ ഉച്ച വെക്കണ്ടല്ലോ, എണീപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എൻ്റെ ഊബർ ദൈവത്താറായി, 2 minutes ഉള്ളൂ. ഞാൻ താഴേക്ക് ഇറങ്ങട്ടെ. ഇതാണ് ഞാൻ പോണ പള്ളി, നമ്മുടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ തൊട്ട് സൈഡിലുള്ള പള്ളി. തുടങ്ങി കുർബാന. അങ്ങനെ ഞാൻ ഈ ഞായറാഴ്ച പള്ളിയിൽ പോയി. കഴിഞ്ഞ ഞായറാഴ്ച പള്ളി പോകാത്തതിൻ്റെ എന്നെനിക്ക് മനസ്സിലായി. എന്താ പറയുക, മറ്റേ സെൻറ്റ് പീറ്ററിൻ്റെയും സെൻറ്റ് പോളിൻ്റെ പെരുന്നാളുണ്ടായിരുന്നു, അത് ഞാൻ മിസ്സാക്കി. ഐ തിങ്ക് അത് ഇന്ന് മോർണിംഗ് 9 മണിയുടെ കുർബാനയ്ക്ക് അവർ നടത്തി എന്നാണ് തോന്നുന്നത്. ഞാനെനിക്ക് 10:50 കുർബാനയ്ക്ക് ഇന്ന് പോയത്, അതുകൊണ്ട് പെരുന്നാൾ മിസ്സായി. ഇതാണ് ഡെയിലി പള്ളി പോകണം എന്ന് പറയണത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്ന് പെരുന്നാൾ കൂടാൻ പറ്റിയെന്ന്. സാരമില്ല, അടുത്ത പ്രാവശ്യമൊക്കെ. എനിക്ക് പെരുന്നാളൊക്കെ കൂടാൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഡൽഹിയിലല്ല വളർന്നത്, അപ്പം ഡൽഹിയിൽ അത്രയും എന്താ പറയുക, ആ പള്ളി നമ്മുടെ നാട്ടിലത്തെ ആ ഒരു പള്ളിയുടെ വൈബും അതുപോലെ തന്നെ എന്താ പറയുക, പെരുന്നാളൊക്കെ ആകുമ്പോൾ ആ ഒരു അടിപൊളി, ആ നാട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ടല്ലേ അവർ ചെയ്യുക. ഡൽഹിയിലൊക്കെ ഫുൾ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. സോ എനിക്ക് ആ ഒരു പെരുന്നാൾ വൈബ് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ബാംഗ്ലൂർ ഞാൻ പോണ പള്ളിയില്ലേ, അവിടെ നല്ല കേട്ടോ, നല്ല വൈബാണ്. പക്ക നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സോ മാക്സിമം അങ്ങനെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഒരാൾ കിടക്കുന്നത് കണ്ടോ ഗൈസ്?
കറിയെങ്ക പാரு, കറിയെങ്ക പാരടാ. നോക്ക്, ഇതെന്താ നോക്കി. ഈ സാധനം ഞാൻ കുത്തി വെക്കൂട്ടെ, ഞാൻ മൂക്കി കുത്തട്ടെ. കുത്തു. എന്താടി നീ എത്ര നേരം ഇങ്ങനെ കിടന്നുറങ്ങണേ? ഡാ ഓ കുളിക്കില്ലാത്ത പട്ടി. ഒരു ഹലോ വന്നേ, ഒരു ഹലോ താ. ഓ വയ്യ മടിയനാണല്ലേ. ചോദിക്കേ. ഓ കള്ളോർക്കം. ഞാനങ്ങനെ പോയി ഡ്രസ്സൊക്കെ മാറി ചായയൊക്കെ കുടിച്ചിരിക്കട്ടെ. എൻ്റെ റൂമിൽ റൂംമേറ്റ് ഉണ്ട്. സോ എനിക്ക് എത്ര വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ഐ ട്രൈ മൈ മാക്സിമം. എന്തോ ഞാൻ ഇന്ന് ഹാപ്പിയാണ്. ഇതെന്താ പറ്റി എൻ്റെ ക്യാമറ ഇപ്പം കറക്റ്റായി. നല്ലൊരു വെതറാണ് ഇന്ന്. നോക്കട്ടെ, ചിലപ്പോൾ ഞാനിവിടെ എന്താ പറയുക, മോളിലൊന്ന് പോയി വെസ്റ്റ് സൈഡിലെ ജോക്കും സെയിൽ. ഇന്നലെ H&M പോയിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും ഇഷ്ടമായില്ല. അവർ സെയിൽ വെച്ചിരുന്ന സാധനം മൊത്തം ഭയങ്കര ബോറായിട്ടുള്ളതായിരുന്നു. സോ ഒന്നും ഞാൻ മേടിച്ചില്ല. ഐ വെൻറ്റ് ആൻഡ് ഹാഡ് ദിസ് വാഫിൾസ്. എനിക്ക് വാഫിൾസ് ഒത്തിരി ഇഷ്ടമാണ്. സോ വാഫിൾസ് കഴിച്ച് ഞാൻ തിരിച്ചു വന്ന്. പിന്നെ ഇന്ന് ഞാൻ വെസ്റ്റ് സൈഡിൽ പോയി നോക്കട്ടെ. എന്തായാലും നല്ല വെതറായതുകൊണ്ട് നല്ല സുഖമാണ്. കറങ്ങാൻ പോകാനൊക്കെ തോന്നും. പക്ഷെ ഫ്രണ്ട്സൊന്നും ആരും എന്താ പറയുക, എല്ലാവരും അവരിവിടേക്ക് ആയിപ്പോയി. എല്ലാവർക്കും പ്രായമായി വരുമല്ലേ. ഇപ്പം എല്ലാവരും ഭയങ്കര ഇപ്പം എന്താ പറയുക, റെസ്പോൺസിബിലിറ്റീസൊക്കെ ആയി. പലരും കല്യാണം കഴിക്കുന്നു, പലരും വേറെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ. പക്ഷെ ഇത്രയും നാളും ഈ ഒരു 2 മാസം മുന്നേ വരെ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ തന്നെ ഫുൾ ഫണ്ണായിട്ട് എൻജോയ് ചെയ്ത് വീക്കെൻഡ്സൊക്കെ അടിച്ച് പൊളിച്ച് അങ്ങനെ പോവായിരുന്നു. പക്ഷേ ഇപ്പം ഒരു മാസമായിട്ട് ഷോപ്പാണ്. നോക്കട്ടെ, ഫ്രണ്ട്സുണ്ട്, അവർ വിളിക്കും. പക്ഷേ എനിക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉള്ളതുകൊണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല. അവരുടെ കൂടെയുള്ള കറക്കമൊക്കെ നോക്കട്ടെ. കളിച്ച് ഇത് കണ്ടോ, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ മഞ്ഞൾ തേച്ചിരുന്നപ്പോൾ ഈ കുരുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ ഇത് പുതിയത് ഒന്ന്. എന്താ ചെയ്യുക, ഞാൻ ഡെയിലി മുട്ട കഴിക്കുന്നുണ്ട്. മേ ബി മുട്ട കഴിക്കുന്നതിൻ്റെ ആയിരിക്കും. ഈ ഇത് നോക്ക്, കുരു മാത്രമേ ഉള്ളൂ. പോണം, എന്താ ചെയ്യുക. സോ ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ റൂംമേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്ന് ഓർത്ത് മിണ്ടുന്നില്ല. ഇതിന് മുമ്പ് എന്തൊക്കെയോ പാട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പോഴും ഇനി മ്യൂട്ട് ചെയ്തിട്ട് വേറെ സോങ് എന്തെങ്കിലും ആഡ് ചെയ്യണം, മ്യൂസിക് എന്തെങ്കിലും. ഇങ്ങനെയുണ്ട്. ഞാൻ ഇന്നലെ എന്താ പറയുക, ഈ മോയ്സ്ചറൈസർ കാണിച്ചില്ലല്ലോ. MKFൻ്റെ 2 ഒന്ന് സ്വീറ്റ് എസ്കേപ്പ് ആൻഡ് സമ്മർ ബ്രീസ് എന്ന് പറഞ്ഞൊരു 2 ഇതാണ് മോയ്സ്ചറൈസർ. സൺസ്കൂപ്പിൻ്റെ ഈ സൺസ്ക്രീനിൻ്റെ കൂടെ ഐ മിക്സ് ദിസ് മോയ്സ്ചറൈസർ. കുറച്ച് മണവും കിട്ടും, പ്രൊട്ടക്ഷനും ഉണ്ടാവും. അതാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. സോ ഞാൻ ഇപ്പോൾ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ലൈറ്റില്ല അല്ലേ, ഒരു മിനിറ്റ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. താഴെ ഒരു ബെൽ ബോട്ടം പാൻസും ബ്രൗൺ ചെരുപ്പും
ആൻഡ് ഹിയർ ഐ ആം. അപ്പോൾ ശരി, ഞാൻ എൻ്റെ ഊബറിന് വെയിറ്റ് ചെയ്യാം. ഊബർ വന്നാൽ ഐ ടേക്ക് യു ഓൾ ത്രൂ മൈ വീഡിയോ, ത്രൂ മൈ വ്ളോഗ്. ആക്ച്വലി ഇവിടെ മോളിൽ ഏതോ സെലിബ്രിറ്റി വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് എന്തോ ഇവിടെ ഫുൾ ഇങ്ങനെ എന്താ പറയുക കാലിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ഇവിടെ ആരുമില്ല, പുറത്ത് എന്തോ ഇത് സംഭവം നടക്കുകയാണ്. സോ എല്ലാവരും ആ സെലിബ്രിറ്റീനെ കാണാൻ ഓടിയിട്ടുണ്ട്. സോ ഐ ഗോട്ട് ദ ഹോൾ സ്പേസ് നൗ. നിങ്ങൾക്ക് ഇവരുടെ ഹൂട്ടിങ് കേൾക്കാൻ പറ്റുമായിരിക്കും ഐ തിങ്ക് പുറത്ത്. എനിക്ക് കളർ ഇഷ്ടമാണ്, ഈ ഒരു ഡസ്കി കളർ. ഈ ഗ്രീൻ കൊള്ളാം അല്ലേ, ഈ ഗ്രീൻ ഡ്രസ് കൊള്ളാം. എന്തോ പോലെ ഉണ്ട്, പക്ഷെ എന്നാലും എന്തൊരു ഭംഗിയുണ്ട്. ചാണക പച്ച. ഈ ഡ്രസ്സ് നല്ല രസമുണ്ടല്ലേ, എന്തോ ഒരു പൂക്കളുടെ പ്രിൻ്റൊക്കെ നമുക്ക് നല്ല രസമല്ലേ. എനിക്ക് മമ്മിക്ക് ഇങ്ങനത്തെ മേടിച്ച് കൊടുക്കണമെന്നുണ്ട്, നെറ്റിൻ്റെ ഹാൻഡ് സ്ലീവ്സൊക്കെ ആയിട്ട് കൊള്ളാം. പിന്നെ ഈ മഞ്ഞ കൊള്ളാലോ. ഷോർട്ട് കുർത്തയാണ് 3500. നല്ല കളക്ഷൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് വന്നത്, പക്ഷേ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഐ എം ഡിസപ്പോയിൻറ്റഡ്. എനിക്കിഷ്ടമായി ടോപ്പ്, പക്ഷെ എന്തോ ഈ കോളർ അങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതൊരു സംതിങ് എന്തോ എനിക്ക് ചേരാത്തയാണോ, പക്ഷെ ഓവറൊന്നും നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ. എടുക്കണോ, എനിക്ക് എടുക്കാനും തോന്നുന്നുണ്ട്. എടുക്കാല്ലേ, ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. രസമുണ്ട്, ഭംഗിയുണ്ട്. ഇതും നല്ലതാണ് ആക്ച്വലി, പക്ഷേ നല്ല ഹൈറ്റ് ഉള്ളവർക്കാണ് ഇതൊക്കെ ചേരാം. കളർ നല്ലതാണ്, നൈസാണ്, പക്ഷെ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഇത് ചേരുള്ളൂ. കളർ ഈ ഒരു പച്ച, നൈസ് പച്ച കൊള്ളാലേ. ബാക്കിൽ ഇങ്ങനെ ലാസ്റ്റൊക്കെ പോക്കറ്റ് ഉണ്ട് ഗൈസ്. പോക്കറ്റുള്ള ഡ്രസ്സ്, വാവ്, ഇതൊരു ഡബിൾ സക്സസ് ആണ്. ഡബിൾ സക്സസ് സെറ്റപ്പ്. കൊള്ളാല്ലേ. എനിക്കിഷ്ടമായി, പ്രിന്റ് വേണം. അങ്ങനെ ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. കരിയാപ്പി നോക്കടി നോക്കടി എടി നോക്കടി എൻ്റെ ഷോപ്പിംഗ്. അപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് എന്താ പറയുക സ്റ്റോറി ഒക്കെ ഇടുമായിരുന്നു ഇൻസ്റ്റയിൽ. പിന്നെ കുറച്ചിന് ഫോൺ തോണ്ടിയിരുന്നു. ഇനി എന്താ, ഞാൻ ഡിന്നർ കഴിക്കും, ഫ്രണ്ട്സ് വിളിക്കുകയാണെങ്കിൽ അവരെ കാണാൻ പോവും. പിന്നെന്താ,
പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. ഇനി എനിക്ക് ഈ കുരുവിനെ എന്തെങ്കിലും ചെയ്തൊന്ന് സെറ്റാക്കണം എന്നുണ്ട്. കണ്ടോ, ഈ കുരുവിനെ ഒന്ന് സെറ്റാക്കണം. പിന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നാളെ ഓഫീസ് ഉണ്ടല്ലോ. ഞാൻ ഈ ഒരു വ്ളോഗ് കഴിഞ്ഞ് ഒരു ഡേ ഇൻ മൈ ഓഫീസ് വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നാളെ ഓഫീസുണ്ട്. സോ നാളത്തെ പ്രിപ്പറേഷൻ. എനിക്ക് എൻ്റെ ഷൂ ഒന്ന് ജസ്റ്റ് തുടയ്ക്കണമായിരുന്നു. എൻ്റെ ഷൂ ലേസൊക്കെ നല്ല ചെളി പിടിച്ചിരിക്കും. പക്ഷേ ലേസ് മാത്രം എടുത്തൊന്ന് കഴുകണം. പിന്നെ ഒന്ന് തുടയ്ക്കണം ഷൂസ്. പിന്നെ ബാഗ് ഒന്ന് ക്ലീൻ ചെയ്യണം. നാളത്തെ ഡ്രസ്സ് സെറ്റാക്കി വെക്കണം. പിന്നെന്താ, നാളത്തേക്ക് ഫുഡ് എന്താ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അത് ആലോചിച്ച്. ഫ്രിഡ്ജുള്ളതുകൊണ്ട് സുഖമാണ്. ഇന്ന് രാത്രി ഞാൻ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ പോലും എനിക്ക് അത് ഒരു ടിഫിനിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നാളെ രാവിലെ എനിക്കത് എടുത്തുകൊണ്ട് വന്നിട്ട് ഓഫീസിൽ ഓവനുണ്ട്, ചൂടാക്കി കഴിക്കുകയും ചെയ്യാം. സോ അതെല്ലാമാണ് ഇനി എൻ്റെ പരിപാടി. എൻ്റെ റൂംമേറ്റ് വന്നിട്ടില്ല. സോ ഞാൻ എന്നാൽ പോയി ഡിന്നർ എന്താണെന്ന് നോക്കട്ടെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അതുവരെ ബൈ. ഹായ്. സോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് വെച്ചപ്പോൾ പോവായിരിക്കും എന്ന്. പോയി വന്നു. കുറച്ചൊരു നൈറ്റ് ഡ്രൈവും പിന്നെ ചായ കുടിക്കാൻ അങ്ങ് HSR വരെ പോയി. പിന്നെ തിരിച്ചു വന്ന് നേരെ കിടന്നുറങ്ങി. കുറച്ച് ലേറ്റ് ആയിരുന്നു. സോ അങ്ങനെ ഞാൻ എൻ്റെ ഈ വ്ളോഗ് എൻ്റെയാണ് ഇവിടെ തന്നെ. ഐ ഹോപ്പ് യു എൻജോയ്ഡ്. ഈ വീക്കിന് കുറച്ച് എന്തൊക്കെയോ ചെയ്യാൻ പറ്റി. എന്താ പറയുക, കൂടുതലും ഷോർട്സും ആഡ് ചെയ്യാൻ പറ്റി. സോ നിങ്ങളിത് അതിരുന്ന് കാണാം. ആൻഡ് ഇനി എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും